പറയണത് ഈമാനോടെ മരിക്കാനുള്ള ഒരു നന്മയാണ്. അസ്വദഖത്തു റദ്ദുൽ ബലായ, ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സ്വതക്ക. ബ്ലഡ് ക്യാൻസർ, ട്യൂമർ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്ട്രോക്ക്, ബ്ലോക്ക്, ഡയാലിസിസ്, ആക്സിഡന്റ്, അങ്ങനെ എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, സാർ എൻ്റെ വാപ്പ എൻ്റെ ഉപ്പാപ്പ നല്ല സ്വതക്ക ചെയ്യുന്ന ആളാ, ഒപ്പര ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ലാതെ വരുമോ? ഇല്ല. ഏത് അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളല്ലല്ലോ നിർണയിക്കേണ്ടത്. അപകടം ഏറ്റവും വലുതേതാണോ ആ അപകടത്തിൽ നിന്ന് സ്വതക്ക കൊണ്ട് രക്ഷപ്പെടും. ഉദാഹരണത്തിന്, ഒരാളുടെ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളുടെ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ അസലിയായ ഖലായിൽ വന്നു എന്ത്, അയാൾ ആഖിബത്ത് മോശമായി ഈമാനില്ലാതെ കാഫിറായി മരിച്ചു പോകും എന്ന്, അങ്ങനെ കണക്ക് വന്നു. അപ്പോഴാണ് ആത്മീയ മജ്‌ലിസുകളിൽ ഉറൂസുകളിൽ പങ്കെടുത്തിട്ട് അയാൾ സ്വതക്ക ചെയ്യണത്. അപ്പോൾ അള്ളാഹു ഉടനെ തന്നെ കണക്ക് മാറ്റുന്നു. എന്ത്? ഈമാനോടുള്ള മരണം ക്യാൻസിൽ. പക്ഷെ അയാൾക്ക് എന്ത് കൊടുക്കുന്നു? ഒരു ആക്സിഡന്റുള്ള മരണം കൊടുക്കുന്നു. അതിനെന്താ പ്രശ്നം? ആക്സിഡന്റ് ആയിട്ട് മരിച്ചാൽ നരകത്തിലാന്ന് ആരാ പറഞ്ഞേ? സ്വഹാബത്തൊക്കെ ഷഹീദായത് സോഫമ്മല് കുശമ്മല് ഇരുന്നിട്ടാ. സ്വഹാബത്ത് യുദ്ധത്തിൽ പോയിട്ട് ഷഹീദായത് എങ്ങനെ? ഐസ്ക്രീം കുടിച്ചോണ്ടാ? തല പൊട്ടിയതല്ലേ, കാലും കൈയും മുറിക്കപ്പെട്ടതല്ലേ, അതന്നല്ലേ അപകടം. അതുകൊണ്ടെന്നാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് എത്തിയാ പോരെ? ഈമാനില്ലാതെ മരിക്കുക എന്ന ഏറ്റവും വലിയ അപകടം ക്യാൻസൽ ചെയ്തു അയാൾ ആ സ്വതക്ക ഏറ്റെടുത്തോണ്ട്. കണ്ടോ? വിശദീകരണം ഷർഹുൽ അഖായിദ് എന്ന ഗ്രന്ഥത്തിന് തസവുഫിന്റെ ഭാഷയിൽ എഴുതിയ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ്. അപ്പൊ സ്വതക്ക വലിയ പുണ്യ. സ്വതക്ക ചെയ്താൽ അള്ളാഹു അയാളെ ദേഷ്യപ്പെടൂല എന്നാ. അയാളോട് അള്ളാഹു ഒരിക്കലും ദേഷ്യപ്പെടൂല. സ്വതക്ക ചെയ്താൽ ഭയങ്കര മഹത്വ. അള്ളാഹു നമുക്ക് ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. സ്വതക്കൻ്റെ കൂലി 5 വിധത്തിലാണ്. ഒന്ന്, സ്വതക്കക്ക് 10 കൂലി കിട്ടും. അതെപ്പോ സാധാരണക്കാരനായ ഒരാൾക്ക് കൊടുത്താൽ, ഒരു കൂട്ടുകാരൻ എന്തോ കൊടുത്തു, അതിന് 10 ഇരട്ടി കൂലിയായിരിക്കും. അയാൾക്ക് ദാഹിക്കുമ്പോൾ ഒരു സോഡ വാങ്ങിക്കൊടുത്തു, 10 സോഡ വാങ്ങിക്കൊടുത്ത കൂലിയാണ്. കണ്ടോ? 70 ഇരട്ടി കൂലി കിട്ടുന്നതാണ് രണ്ടാമത്തെ വകുപ്പ്. അതായിരിക്കാം രോഗിയായ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് കൂടുതൽ കൂലിയ. പള്ളിയിൽ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ക്യാൻസറായ ഉമ്മാൻ്റെ ചികിത്സ ആവശ്യാർത്ഥം മകൻ പുറത്ത് സഹായ അഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ട്, കഴിവുള്ളവരൊക്കെ നല്ല സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പോയിട്ട് 2,500 എടുത്ത് 1000 രൂപ കൊടുത്തു. ഇൻറ്റു 70, 70,000 രൂപ കൊടുത്ത കൂലിയ. കണ്ടോ? 3, സ്വതക്കക്ക് 900 ഇരട്ടി കൂലി കിട്ടും. അതായിരിക്കും കൊടുത്താലാ? കുടുംബത്തിന് കൊടുത്താലാ? മുത്തമ്മാൻ്റെ മകൻ്റെ കല്യാണം, അപ്പോൾ നമ്മൾ സഹായിച്ചു. കല്യാണത്തിന് സഹായിക്കുന്നതിനാണ് സ്വതക്കൻ്റെ കൂലികളിൽ കൂടുതൽ കൂലി കിട്ടുക. കാരണം അങ്ങനെ കല്യാണം കഴിച്ചാലാണല്ലോ മക്കളൊക്കെ ഉണ്ടാവില്ല. ആ മക്കളല്ലേ പിന്നീട് എന്തൊക്കെ ഇബാദത്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ കൂലി കല്യാണത്തിന് സഹായിച്ചാൽ കിട്ടും. നമ്മളെ കുടുംബത്തിൽ ആരോ രോഗിയായിട്ട് കിടക്കുന്നു, അയാൾക്ക് സഹായിച്ചു, കൂലി 900 ഇരട്ടി കൂലി കിട്ടും. അതാണ് 3ാമത്തെ വകുപ്പ്. 4ാമത്തെ ഒരു വകുപ്പുണ്ട്, 1,00,000 കൂലി കിട്ടും. അതാരാ? ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്താൽ. ഉപ്പ ഉമ്മ സമ്പന്നരാവട്ടെ ആവാതിരിക്കട്ടെ, നമ്മൾ കൊടുക്കണം അവർക്ക്. 1,00,000 ഇരട്ടി കൂലി കിട്ടും. 5ാമത്തത് 9,00,000 കൂലി കിട്ടും. അതേതാ? പിന്നീട് ഇങ്ങോട്ടേക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ സ്വതക്ക കൊടുക്കുക. ഉദാഹരണത്തിന് മദ്രസക്ക് ബെഞ്ച് ഡെസ്കൊക്കെ വാങ്ങിക്കൊടുത്തു, പള്ളിക്ക് കൊടുത്തു. കാരണം അതിങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ, ജാരിയായ സ്വതക്ക കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് ഇവിടെ.